പതിറ്റാണ്ടുകൾക്ക് പുറകിലേക്ക്. ഓർമ്മകളുടെ തുരത്തിൽ മൂകമായി 1940-കൾ. വികസനത്തിന്റെ ലാഞ്ചന പോലും എത്തിനോക്കാത്ത ഒരു ഭൂപ്രദേശം. കേരള സംസ്ഥാനത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിൽ ചേർന്ന് കിടക്കുന്ന കർണാടകയും കേരളവും അതിർത്തി പങ്കിടുന്ന നാട്. 2 സംസ്ഥാനം, 2 ജില്ല, 2 പഞ്ചായത്തുകൾ. ഇതാണ് ചെറുപുഴ എന്ന ഗ്രാമം. പ്രകൃതിയുടെ രൗദ്രഭാവങ്ങൾ കൊണ്ട് ബീഭത്സമായിരുന്ന ഒരു കാലം. കാനനത്തിൽ കൂട്ടിനായി കാട്ടാറും കാട്ടുമൃഗങ്ങളും മാത്രമുള്ള ഈ അന്തരീക്ഷത്തിൽ മിഴിക്കോണുകളിൽ സ്വപ്നം നിറച്ച് കുടിയേറ്റത്തിന്റെ ആദ്യ പടികൾ കടന്ന് അവർ വന്നു. നീരും നീരുറവയും കണ്ട് ആഹ്ലാദിച്ച് കിനാവുകൾ പാകി മുളപ്പിക്കാൻ നിലമൊരുക്കി വിത്തുകൾ പാകി. കരയായ സമതലങ്ങൾ കിളച്ചുരുക്കി അവർ ജീവിതം മുളപ്പിച്ചു. ചെറുപുഴ ഗ്രാമത്തിന്റെ മണ്ണിൽ കുടിയേറ്റത്തിന്റെ സ്പന്ദനങ്ങൾ പതുക്കെ പതുക്കെ ജീവതാളങ്ങളിൽ ലയിച്ചു ചേർന്നുകൊണ്ടിരുന്നു. ആകാശവിധാനത്തിലെ കറുത്തിരുണ്ട മേഘകൂടാരത്തിനു കീഴെ മനുഷ്യൻ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി. 15 വീട്ടുകാർ. അതായിരുന്നു ചെറുപുഴ ഗ്രാമത്തിന്റെ ക്രിസ്തീയ മുന്നേറ്റത്തിന്റെ തുടക്കം. ആത്മീയതയുടെ പച്ചപ്പുകൾ അവർ ചേക്കേറിയ നാടുകളിലൊക്കെ നട്ടുനനച്ചു വളർത്തി. അത് പടർന്നു പന്തലിച്ചപ്പോൾ കൂട്ടായ്മയുടെ കൂടാരങ്ങൾ തീർത്ത് ഒന്നായി യേശുവിനെ വിളിച്ചു. കൂടുകെട്ടി കുടിപ്പാർത്ത അവർ പുതിയ കാലത്തിന്റെ തരിശുഭൂമികളിൽ വിശ്വാസത്തിന്റെ പറുദീസകൾ സൃഷ്ടിച്ചു. യേശുവിൻ പാതുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നൗജരിയിൽ മനമേ യേശുവിൻ പാതുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നൗജരിയിൽ മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും പ്രഭോ എന്നിൽ കനിയേണമേ പ്രഭോ എൻ്റെ ഹൃദയത്തിൽ വാഴേണമേ പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ മനമേ യേശുവിൻ പാതുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ
സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തുനിൽക്കും. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തുനിൽക്കും. പ്രഭോ എന്നിൽ കനിയേണമേ, പ്രഭോ നിന്റെ സ്നേഹം ചൊരിയണമേ, പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടും കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, കാറ്റു വിതച്ചു കൊടും കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. ഒരു പള്ളി വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഇവിടുത്തെ അമ്മമാരാണ്. ദേവാലയ ഇടവക രൂപീകരണത്തിന് ശേഷം എല്ലാ അമ്മമാരും ഒറ്റക്കെട്ടായി എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കുന്നു. പള്ളിയുടെ പണിയുടെ സമയത്തും പൊതുപ്പണി നടക്കുന്ന സമയത്തും മുഴുവൻ പേർക്കും വേണ്ട എല്ലാ ഭക്ഷണവും ക്രമീകരിച്ചത് ഇവിടുത്തെ അമ്മമാരാണ്. കൂടാതെ ഇവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇല്ലാതിരുന്നതിനാൽ ദേവാലയവും പരിസര പ്രദേശങ്ങളും ശുചിയാക്കുകയും ദേവാലയത്തിലെ പൂക്കൾ വെച്ച് അലങ്കരിക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ അമ്മമാരാണ്. വന്നവരോ നാമെല്ലാം തെയ്തേ അഴിവു കാലം വന്നടുത്തു. അലയുന്ന നിൻ മക്കളെ തെയ്തേ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ തെയ്തേ മലമേൽ നിന്നും വേദ്യനമ്പോ ചാർത്തി മാറിയിലെന്നപ്പോൾ തെയ്തേ മയിൽ മേലേറി നിന്ന നീല കാണവേണം പന്തലിൽ തെയ്തേ പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തു മാലയും തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നരുത്തരേണം മാർത്തോമൻ തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നരുത്തരേ താവൃതേ ചിത്താതിമൃതത്തെ. മൂന്നാം പാദം. കടലും കരയും ഒരു പോൽ വഴിയ തെയ്തത്തെ കയ്യാർ മാറുന്നവ അവനെ തോ
തേദിത്തെ ഇതു താരമായുള്ളവ വചനം ചൊല്ലി തേദിത്തെ സ്തുതി ചെയ്തരുളാലേക്ക കപ്പൽക്കാരേറി തേദിത്തെ കാറ്റോടു പെസറുകൾ മറുതലയാതെ തേദിത്തെ കരചേർന്നരുളാനീത തെയ്യം തെയ്യം തേദിത്തെ തേദിത്തെ കരചേർന്നരുളാനീത ഹിതമിയ നാട്ടിൽ തേദിത്തെ ദിക്കോ പൂങ്കതിരായവ ഉഴലുന്നപ്പോൾ തേദിത്തെ നിറമോടെ കർത്താവ് കണകപ്പെട്ടു തേദിത്തെ നിറമോടെ കർത്താവ് തിത്തിത്താകൃത താകൃത തീത്തേക തീത്തേക തകതെയ്യത്തേ. അഞ്ചാം പാദം. മരമോടു കല്ലുകൾ കനകം വെള്ളി മനമേലും പഠിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമേലും പഠിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ മഹിമയോടരുമികളെല്ലാം ചെയ്യും മനുവിവ തിത്തിത്തകതത്തികതത്താം തികതകതകതത്തികതത്താം തിത്തത്താകതത്തികതത്താകതത്തിത്തിത്തത്താതിത്തമൃതത്തെ മഹിമയോടരുമികളെല്ലാം ചെയ്യും മനുവിവനെതിരിൽ ഒരുവൻ തച്ചൻ മറവില്ലേതും പാണികൾ കഴകാൽ ഇമ്പമോടരുമികൾ തിരുമനസാലെ ഇയൽ വഴി തീത്തേ തെയ്യം തത്തത്തികുതേ തെയ്യം തത്തത്തീത്തേ തികുതേ തിത്തത്തത്തിമൃതത്തെ ഇമ്പമോടരുമികൾ തിരുമനസാലെ ഇയൽ വഴിയെത്തി അണഞ്ഞുറുഹായിൽ തുണയായോനെ എടുത്തോ കാശേ ദൂതരോടൊരുമിച്ച വഴി കൂടി വിധമൊരു തച്ചനു സാദൃശ്യമായി തക്കിടികിടുതകത്തെ ആ തകതാ തകതാ തകതാത്തേ തിക്കിടികിടുതകത്തെ ആ തികുതാ തികുതാ തികുതാത്തേ തക്കിടികിടുതകത്തെ ആ തകതാത്തേ തിക്കിടികിടുതകത്തെ ആ തികുതാത്തേ തക്കിടികിടുതക തിക്കിടികിടുതക തക്കിട്ടാങ്ക ഇന്ദത്താകൃത തക്കിടികിടുതകത്തെ വിശ്വമിടങ്കഴിയായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ തകൃതത്തെ. സ്വാർത്ഥപരമായ നേട്ടങ്ങൾക്കും വ്യക്തിപരമായ ഉന്നമനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ മറ്റെല്ലാ സംഘടനകളും പോലെ തന്നെ മിഷൻ ലീഗിനും അമിതമായ പ്രാധാന്യമുണ്ട്. കാരണം ഇത് സമൂഹത്തിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുകയും സഭയോട് അംഗങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിയതുകൊണ്ടാകണം നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഈ ഇടവകയുടെ തുടക്കത്തിൽ തന്നെ മിഷൻ ലീഗിന് അടിത്തറയിടുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഇതിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ 35 അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അത് 125 അംഗങ്ങളായി വളർന്നിരിക്കുന്നു. ഭവന സന്ദർശനങ്ങൾ, വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകൾ, ഭവന നിർമ്മാണം, പങ്കുവയ്ക്കൽ എന്നിവ വഴിയായി ഇന്ന് മിഷൻ ലീഗ് അനുദിനം വളർന്നു വരുന്നു. വ്യക്തിത്വ വികസനത്തിനായി കലാപരിപാടികൾ, കലാമത്സരങ്ങൾ എന്നിവ നടന്നു വരുന്നു. അനുദിന ബലിയർപ്പണം വഴിയായും ഇടവകയോട് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടും മിഷൻ ലീഗിലെ അംഗങ്ങൾ കരുത്തും ഊർജവും പകർന്നുകൊണ്ട് ഇടവകയോട് ചേർന്ന് നിൽക്കുന്നു. ഭാരതമേ നിൻ രക്ഷ നിൻ മക്കളിൽ ആശ, ഭുവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ. സോദരരെ കൈകോർത്തു മുന്നേറുവിൻ, സത്യകാഹളം മുഴക്കി മുന്നേറുവിൻ.
തോമാതാരൻ കപ്പലിലേറി വന്നു. ഭാരതനാട്ടിൽ വിശ്വാസത്തിരി നാളം തെളിച്ചിടുവാൻ ഭാരമതേറ്റൊരു തോമാതാരൻ കപ്പലിലേറി വന്നു. തമ്പുരാൻ കർത്താവിൻ തിരുവിലാവിലെ തിരുമുറിവുകളിൽ തൊട്ടു വിശ്വസിക്കാൻ ശാഠ്യം പിടിച്ചതി സ്നേഹത്താൽ മാത്രമല്ലോ. തമ്പുരാൻ കർത്താവിൻ തിരുവിലാവിലെ തിരുമുറിവുകളിൽ തൊട്ടു വിശ്വസിക്കാൻ ശാഠ്യം പിടിച്ചതി സ്നേഹത്താൽ മാത്രമല്ലോ. എൻ കർത്താവേ എന്റെ ദൈവമേ എന്നു ചൊല്ലി എത്രയും ശക്തമായി വിശ്വാസം ഏറ്റു ചൊല്ലി. കർത്താവേ എന്റെ ദൈവമേ എന്നു ചൊല്ലി എത്രയും ശക്തമായി വിശ്വാസം ഏറ്റു ചൊല്ലി. അമ്പത്തിരണ്ടിലായി മാല്യങ്കരയിലെ കപ്പലിറങ്ങിയവൻ അന്നു ഭരിച്ചൊര ഗുണ്ടഫരാജന്റെ മിത്രമായി മാറിയല്ലോ. അമ്പത്തിരണ്ടിലായി മാല്യങ്കരയിലെ കപ്പലിറങ്ങിയവൻ അന്നു ഭരിച്ചൊര ഗുണ്ടഫരാജന്റെ മിത്രമായി മാറിയല്ലോ. മാർത്തോമ വന്നപ്പോ മലയാള നാട്ടില് മാലാക വന്ന പോലെ മാർഗെ വസിക്കുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ ആളുകളേറെ എത്തി. മാർത്തോമ വന്നപ്പോ മലയാള നാട്ടില് മാലാക വന്ന പോലെ മാർഗെ വസിക്കുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ ആളുകളേറെ എത്തി. മാലിംഗരയിലായി ആദ്യ കുരിശടി സ്ഥാപിച്ചു ബോധമോടെ മാറ്റമില്ലാത്തൊരു ദേവവചനത്തിൻ വേദം പഠിപ്പിച്ചല്ലോ. മാലിംഗരയിലായി ആദ്യ കുരിശടി സ്ഥാപിച്ചു ബോധമോടെ മാറ്റമില്ലാത്തൊരു ദേവവചനത്തിൻ വേദം പഠിപ്പിച്ചല്ലോ. പിന്നെ നീലക്കലും കൊല്ലത്തും പറവൂരും നിരത്തും പോയി മെല്ലെ കോക്കമംഗലത്തും പാലയൂർ നാട്ടിലും പള്ളികളേകിയല്ലോ. പിന്നെ നീലക്കലും കൊല്ലത്തും പറവൂരും നിരത്തും പോയി മെല്ലെ കോക്കമംഗലത്തും പാലയൂർ നാട്ടിലും പള്ളികളേകിയല്ലോ. നെടും ചേരലാതനെന്നോരജന്റെ ദാനമായി ലഭിച്ചോരാ തിരുവിതാംകോടര പള്ളിയും പണിതു. നെടും ചേരലാതനെന്നോരജന്റെ ദാനമായി ലഭിച്ചോരാ തിരുവിതാംകോടര പള്ളിയും പണിതു. മലയാറ്റൂർ മലയിലും പ്രാർത്ഥനയ്ക്കായി താതൻ വന്നതിനടയാളമായി മലമേൽ തെളിഞ്ഞൊരു പൊന്നിൻ കുരിശത് കണ്ടു വണങ്ങിടുന്നേ. മലയാറ്റൂർ മലയിലും പ്രാർത്ഥനയ്ക്കായി താതൻ വന്നതിനടയാളമായി മലമേൽ തെളിഞ്ഞൊരു പൊന്നിൻ കുരിശത് കണ്ടു വണങ്ങിടുന്നേ. മൈലാപ്പൂർ നാട്ടിലെ ചിന്നമലയിൽ പ്രാർത്ഥിക്കും നേരമല്ലോ മാർഗം തടയുവാൻ അച്ചാരമേറ്റവർ കുന്തത്താൽ കുത്തി വീഴ്ത്തി. മൈലാപ്പൂർ നാട്ടിലെ ചിന്നമലയിലെ പ്രാർത്ഥിക്കും നേരമല്ലോ മാർഗം തടയുവാൻ അച്ചാരമേറ്റവർ കുന്തത്താൽ കുത്തി വീഴ്ത്തി. മലയാറ്റൂർ മലയിലും പ്രാർത്ഥനയ്ക്കായി താതൻ വന്നതിനടയാളമായി മലമേൽ തെളിഞ്ഞൊരു പൊന്നിൻ കുരിശത് കണ്ടു വണങ്ങിടുന്നേ. മലയാറ്റൂർ മലയിലും പ്രാർത്ഥനയ്ക്കായി താതൻ വന്നതിനടയാളമായി
വിശ്വാസം കാത്തിടാൻ സാക്ഷിയായി ചോര ചിന്തി മുത്തപ്പാനിൻ വഴിയെ വരും നീതാ നിന്റെ മക്കൾ. വിശ്വാസം കാത്തിടാൻ സാക്ഷിയായി ചോര ചിന്തി മുത്തപ്പാനിൻ വഴിയെ വരും നീതാ നിന്റെ മക്കൾ. മാസത്തിന് വന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പേര് മരിയ ടോമി. നിങ്ങൾ ആദത്തിൻ്റെയും ഹവ്വായുടെയും കഥ കേട്ടിട്ടുണ്ടോ? അവരെവിടെയാ താമസിച്ചേന്നറിയോ? ഏദൻ തോട്ടത്തിൽ നിറച്ചും പഴങ്ങളുണ്ടായിരുന്നു. അവിടെ അവർക്ക് കഴിക്കാൻ നല്ല സാധനങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടുവിലൊരു മരമുണ്ട്, അതിലെ പഴം കഴിക്കാൻ പാടില്ലാന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ആദം പുറത്തു പോയ സമയത്ത് ഹവ്വ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ കുർമൻ പിശാച് പാമ്പിന്റെ പോലെ വന്നു. എന്നിട്ട് ഹവ്വയോട് ചോദിച്ചു, സുഖമാണോ? ആദവിടെ പോയി? ഒറ്റയ്ക്കാണോ? എല്ലാം കഴിച്ചൂടെ? അപ്പൊ ഹവ്വ പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ പഴങ്ങളും കഴിക്കാറുണ്ട്. അപ്പോൾ കുർമൻ പിശാച് ചോദിച്ചു, നടുവിലെ മരത്തിലത്തെ പഴം കഴിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പൊ ഹവ്വ പറഞ്ഞു, ഏയ്, അത് കഴിക്കാൻ പാടില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് കഴിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. അപ്പോൾ കുർമ പിശാച് ചോദിച്ചു, കഴിക്കരുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഒന്ന് തൊട്ടു നോക്കിക്കോ. ഹവ്വ ഇത്തിരി തൊട്ടു നോക്കി, വായി വെള്ളം വന്നു. ഹവ്വ ഇത്തിരി കഴിച്ചു നോക്കി. അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റ്. കറുമുറുന്നും കൊണ്ട് പതുക്കിയും കഴിച്ചു. അപ്പോഴാണ് നമ്മുടെ ആദം വന്നേ. ആദത്തിനും പതുക്കി കൊടുത്തു. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പാമ്പ് പറ്റിച്ചു. കുറെ കഴിഞ്ഞ വൈകിട്ട് ദൈവം ആ വഴി വന്നു. ഇവർ ഓടി ഒളിച്ചു. ദൈവം ചോദിച്ചു, ഞാൻ കഴിക്കാൻ പാടില്ലെന്ന പറഞ്ഞ പഴം നിങ്ങൾ കഴിച്ചു? അപ്പോൾ ആദം പറഞ്ഞു, ഹവ്വ വന്നപ്പോൾ ഞാൻ കഴിച്ചു. ഹവ്വ പറഞ്ഞു, പാമ്പ് പറ്റിച്ചു. കുറെ കഴിഞ്ഞ് വൈകിട്ട് ദൈവം ആ വഴി വന്നു. ഇവർ ഓടി ഒളിച്ചു. ദൈവം ചോദിച്ചു, ഞാൻ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പഴം നിങ്ങൾ കഴിച്ചു? അപ്പോൾ ആദാം പറഞ്ഞു, ഹവ്വ വന്നപ്പോൾ ഞാൻ കഴിച്ചു. ഹവ്വ പറഞ്ഞു, പാമ്പ് പറ്റിച്ചു. ദൈവം പാമ്പിനോട് പറഞ്ഞു, നീ ഇനി മണ്ണിൽ ഇഴഞ്ഞിഴഞ്ഞു നടക്കും. ഹവ്വയോട് പറഞ്ഞു, നീ പ്രസവിക്കുമ്പോൾ നിനക്ക് ഭയങ്കര വേദനയായിരിക്കും. ആദത്തിനോട് പറഞ്ഞു, നീ പോയി മണ്ണിൽ കളിച്ചിട്ടും വിത്തൊക്കെ ഇട്ടിട്ട് കഷ്ടപ്പെട്ട് വേർത്തിട്ട് ജോലിച്ചണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങളും പിശാചുണ്ടാക്കുന്ന കെണിയിൽ പെടരുത്. പിശാചിന് ഓരോ സൂത്രങ്ങളുണ്ട്. ആ കുറുമ്പാട്ടിക്കോ ഈ കുറുമ്പാട്ടിക്കോ എന്ന് പറയും. നമ്മൾ അത് കേൾക്കരുത്. നമ്മളിത് കേട്ടാൽ ദൈവത്തിന് സങ്കടമാവും. പിശാച് ഹവ്വയോട് പറഞ്ഞ പോലെ കുഞ്ഞു കുറുമ്പ് കാട്ടിക്കോ, വലിയ കുറുമ്പ് കാട്ടണ്ട. കുഞ്ഞു കുറുമ്പ് കാട്ടുന്നവരാണ് വലിയ കുറുമ്പ് കാട്ടുന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, കുഞ്ഞു കുറുമ്പോലും കാട്ടാതെ നിന്റെ ഒപ്പം നിന്നെ സ്നേഹിച്ച് വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.